ഈ നിമിഷങ്ങളിലെ ടോപ്പ് ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു, ടെഹ്റാനിൽ സ്ഫോടന ശബ്ദം ഉയർന്നിരിക്കുന്നു, കനത്ത പുക പടരുന്നു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാനിലേക്ക് ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ തന്നെ അറിയിച്ചിരിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് രാജ്യമെങ്ങും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലാണ് ഈ സ്ഫോടനം നടന്നത്, തലസ്ഥാനത്തെ തന്നെ ലക്ഷ്യമാക്കിയിരിക്കുന്നു എന്നുള്ളത് അതിന്റെ ഗൗരവം കൂട്ടുന്നുണ്ട്. സ്ഫോടന ശബ്ദം വലിയ രീതിയിൽ കേട്ടുവെന്നും വലിയ തോതിൽ പുക പടരുകയാണെന്നുമാണ് രാജ്യാന്തര വാർത്താ ഏജൻസിയായിട്ടുള്ള അസോസിയേറ്റഡ് പ്രസ് അഥവാ AP റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനും ഈ സ്ഫോടനം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഈ ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനിലൂടെ പുറത്തു വന്നിട്ടില്ല. സ്ഫോടനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതേസമയം തന്നെ ഇസ്രയേലിൽ പലയിടത്തും സൈറൺ മുഴങ്ങി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായിട്ടാണ് ഇത് ചെയ്തത് എന്നാണ് ഇസ്രയേൽ സൈന്യത്തിൻ്റെ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നേരത്തെ ലോറൻസ് സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഖമനേയിയുടെ ഓഫീസിനടുത്താണ് ആദ്യ സ്ഫോടനം നടന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമനേയിയുടെ ഓഫീസ് സമുച്ചയത്തിന് സമീപത്താണ് ഈ ആദ്യ സ്ഫോടന ശബ്ദം കേട്ടത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമേറിയ ഒന്നാണ്. കിഴക്കൻ ടെഹ്റാനിലും സ്ഫോടന ശബ്ദം കേട്ടതായിട്ട് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിവിലിയൻ വിമാനങ്ങൾക്കെല്ലാം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ സിവിലിയൻ വിമാനങ്ങളും വിലക്കിക്കൊണ്ട് ഇസ്രയേലിന്റെ വ്യോമ മേഖല അടച്ചിട്ടതായിട്ടാണ് ഇസ്രയേൽ ഗതാഗത മന്ത്രി അറിയിച്ചിരിക്കുന്നത്. വിമാനത്താവളങ്ങളിലേക്ക് ഒരു കാരണവശാലും പൊതുജനങ്ങൾ വരരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ വിമാനത്താവള അതോറിറ്റിയാണ് ആ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ടെഹ്റാനിൽ 3 തവണ സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മിസൈൽ ആക്രമണമാണ് നടന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. മധ്യ ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ്, അതേപോലെ ജംഹൌറി ഡിസ്ട്രിക്റ്റ്, അതിൻ്റെ സമീപത്തായിട്ടാണ് ഈ മിസൈലുകൾ പതിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതൊരു മുൻകരുതൽ ആക്രമണമാണ് തങ്ങൾ നടത്തിയത് എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാട്സ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പൊതുജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈറണുകൾ മുഴക്കി ജാഗ്രത നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ലോറൻസ്, അരുണിമ. ബെനേഴ്സ്, നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇറാഖിന് അടുത്താണ് ഇറാൻ ഉള്ളത്. അപ്പോൾ ഇറാൻ്റെ അടുത്ത അയൽ രാജ്യം എന്ന് പറയുന്നത് ഇറാഖാണ്. അതിനടുത്താണ് ജോർദാൻ. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെ വ്യോമപാത കടന്നു വേണം ഇറാനെതിരെ ഇസ്രായേലിന് ഒരു ആക്രമണം നടത്താൻ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ജോർദാൻ്റെയോ അല്ലെങ്കിൽ ഇറാഖിൻ്റെയോ വ്യോമപാതയിലൂടെ സഞ്ചരിച്ച് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാവാം ഒരുപക്ഷെ ഇറാനിൽ ഇപ്പോൾ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നതെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് വേണം ഇസ്രായേലിൽ നിന്ന് അത്ര ദീർഘദൂര മിസൈൽ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാൻ ഇപ്പോൾ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത് ജോർദാൻ്റെയോ അല്ലെങ്കിൽ ഇറാഖിൻ്റെയോ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അനുമതിയോടുകൂടി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാവണം ഇറാന് നേരെ ഇപ്പോൾ ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതേണ്ടത്. കൃത്യമായ വ്യോമാക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഖമനേയിയുടെ ഓഫീസ് സമുച്ചയത്തിന് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതായത് വളരെ കൃത്യതയുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമാണ് നടന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അല്ലെങ്കിൽ ക്രൂസ് മിസൈൽ ഉപയോഗിച്ച് വേണം ഇത്തരം കാര്യം വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂസ് മിസൈലാവാം ഒരുപക്ഷെ ഉപയോഗിച്ചാവണം ഈ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആളപായമോ വലിയ നാശനഷ്ടമോ ഉണ്ടായതായി നമ്മൾ ചിത്രങ്ങളിൽ നിന്ന് കാണുന്നില്ല. എങ്കിൽ പോലും ഒരു മുന്നറിയിപ്പ് ഇറാൻ നേതൃത്വത്തിന് അമേരിക്കയും ഇറാനും ഇസ്രായേലും നൽകിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഖമനേയി ഉൾപ്പെടുന്ന പൗരോഹിത്യ ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള ഒരു അജണ്ട ഇസ്രായേലിനുണ്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്കുണ്ട്. അതവർ ഹമാസിനെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും പരീക്ഷിച്ച് വിജയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ മുന്നറിയിപ്പ് ഇറാൻ്റെ മത നേതൃത്വത്തെ അല്ലെങ്കിൽ ഖമനേയും അദ്ദേഹത്തിൻ്റെ മകനെയും ലക്ഷ്യം വയ്ക്കുന്നു എന്നാണ് അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഇറാൻ്റെ മത നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്ത് ഇറാനിൽ പുതിയൊരു ഭരണകൂടത്തെ അവരോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് അമേരിക്ക ഇസ്രായേൽ നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇറാനിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമാണ്. ഇറാനിലെ ഭരണകൂടത്തിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭം, വിലക്കയറ്റം, അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള പ്രക്ഷോഭം ഇറാൻ ഖമനേയി ഭരണകൂടത്തിനെതിരെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നടന്ന കഴിഞ്ഞ ആഴ്ച വരെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് കഴിഞ്ഞ 3 ആഴ്ച മുമ്പുണ്ടായ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഖമനേയി ഭരണകൂടം അടിച്ചമർത്തിയിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കഴിഞ്ഞ ആഴ്ച വീണ്ടും പ്രക്ഷോഭം ഉണ്ടായി. അപ്പോൾ അമേരിക്കയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഖമനേയി ഭരണകൂടത്തിനെതിരായി ഇറാനിൽ വലിയൊരു പ്രതിഷേധം നിലനിൽക്കുന്നു. അതുകൂടി മുതലെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഖമനേയിയെ മർദ്ദക ഭരണം വേണ്ട എന്നുള്ള നില, ഏകാധിപതിയെ വധിക്കണം എന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങൾ ഇറാനിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാവാം ഇറാനിലെ പരമോന്നത നേതാവ് അലി ഖമനേയിയുടെ ഓഫീസിന് നേരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടിന് നേരെയോ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിക്ക് നേരെയോ ആക്രമണം നടത്തിക്കൊണ്ട് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അരുണിമ.
അതെ, അതുതന്നെയാണ് ഇറാന്റെ നേർക്ക് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും സ്ഫോടന ശബ്ദം കേട്ടതായും സ്ഫോടനം നടന്നതായിട്ടുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ ഒരു സംഭവ സ്ഥലത്ത് ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കിഴക്കൻ ടെഹ്റാനിലും അതുപോലെ തന്നെ വടക്കൻ ടെഹ്റാനിലുമായാണ് ഇപ്പോൾ 3 ഇടങ്ങളിലായി വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ നാശനഷ്ടങ്ങളുടെ കണക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ US വക്താക്കളും അതുപോലെ തന്നെ എംബസി വക്താക്കളും പറയുന്നതനുസരിച്ച് ഇറാനിലെ നിലവിലുണ്ടായിരിക്കുന്ന 3 ഇടങ്ങളിലെയും എയർ സ്ട്രൈക്കുകൾ അത് ഗുരുതരമായത് തന്നെയാണ് എന്നുള്ളതാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണികളെ മുൻകൂട്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനിടയുള്ള ആക്രമണത്തെ മുൻകൂട്ടി തടയുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു ആക്രമണം എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചതായി ഇറാൻ മാധ്യമവും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രതിരോധ സൈന്യവും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് പ്രാദേശിക സമയം 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ടെഹ്റാനിൽ ആദ്യ സ്ഫോടനം നടന്നത് എന്ന് ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ന്യൂസ് ചാനലായ IRINN അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇറാനിലെ മറ്റു മാധ്യമങ്ങളിൽ നിന്നും പ്രാദേശിക ലേഖകരിൽ നിന്നും ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടന്നതായി വിവരം ലഭിച്ചിരുന്നു. എങ്കിലും ഇപ്പോൾ സർക്കാർ ഉടമസ്ഥതയിൽ തന്നെയുള്ള സ്റ്റേറ്റ് ചാനലായിട്ടുള്ള IRINN ഇപ്പോൾ ഈ ഒരു ആക്രമണങ്ങളെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 6:30 അതായത് പ്രാദേശിക സമയം 6:30 അവിടെ ഈ സുരക്ഷാ സൈറണുകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പിന്റെ ഭാഗമായി സൈറണുകൾ മുഴങ്ങുകയും അതിന് പിന്നാലെ തന്നെ സ്ഫോടനങ്ങൾ ആരംഭിക്കുകയുമായിരുന്നു. തലസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നും പുക ഉയർന്നതും സ്ഫോടന ശബ്ദവും കേട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രായേൽ ഇപ്പോൾ അവരുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, തങ്ങളുടെ വ്യോമപാതയും ഇസ്രായേൽ അടച്ചു കഴിഞ്ഞു. ഈ വ്യോമപാത അടച്ചിരിക്കുന്നത് എത്ര കാലത്തേക്കാണ് എന്നതിൽ നിലവിലൊരു വിവരം ലഭിച്ചിട്ടില്ല. മറിച്ച് ഈ ആക്രമണത്തിന് തൊട്ട് മുൻപായി തന്നെ ഇസ്രായേൽ തങ്ങളുടെ വ്യോമപാത അടച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നത്, 2 പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളുമായി നടത്തിയ സംസാരത്തിൽ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുള്ള വക്താവും അതുപോലെ തന്നെ US വക്താവും ഈ ഒരു നടന്ന ആക്രമണം ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആണ്, അതായത് അമേരിക്കയുടെ അറിവോടുകൂടി നടന്ന ഒരു സംയുക്ത ദൗത്യമാണ് എന്ന് ഇസ്രായേലിന്റെ വക്താവ് ഫാർസ് മീഡിയ എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ പോലും ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇല്ലാതെയാണ് സംസാരിച്ചിരുന്നത്. അതായത് നിലവിൽ ഈ ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ആക്രമിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ആക്രമിക്കേണ്ടി വന്നാൽ ആക്രമിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴും ഒരു അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി ട്രംപ് രാവിലെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ കൂടി അറിവോടുകൂടിയാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവനയെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ പുരോഗമിച്ചു വരികയായിരുന്നു. അതിൽ 3ാം ഘട്ട ചർച്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് നടന്ന ചർച്ച പ്രത്യേകിച്ചൊരു ധാരണയിലെത്താതെ പിരിയുകയായിരുന്നു. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ തീർത്തും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. അമേരിക്കയുടെ നിലപാട് അല്ലെങ്കിൽ അമേരിക്കയുടെ ആവശ്യം എന്ന് പറയുന്നത് ആണവ ഊർജത്തിനായിട്ടല്ലാതെ പോലും യുറേനിയം സമ്പുഷ്ടീകരണം അനുവദിക്കില്ല എന്നുള്ളതാണ്. അതായത് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ, ആണവശക്തി നിർമ്മിക്കാൻ മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഊർജ്ജ ഉപഭോഗത്തിൻ്റെ, അതായത് വൈദ്യുതി അടക്കമുള്ള ഊർജ്ജ ഉപഭോഗത്തിൻ്റെ വലിയൊരു വിഭാഗം ഇത്തരത്തിൽ ആണവശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. പക്ഷേ അതിനുപോലും, അതായത് ഊർജ്ജ പ്രതിസന്ധിയെ തടയാൻ പോലും ആണവശക്തി ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തിവെക്കണമെന്നെല്ലാമായിരുന്നു അമേരിക്കയുടെ നിലപാട്. അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തങ്ങൾ ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കില്ല, മറിച്ച് തങ്ങളുടെ രാജ്യത്തിൻ്റെ മറ്റ് ഊർജ്ജമടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കും എന്നായിരുന്നു ഇറാൻ്റെ നിലപാട്. ഇറാൻ ഈ നിലപാട് തന്നെ തുടരുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം
ഗുരുതരമായിരിക്കുമെന്നും ഇറാൻ എവിടെ വരെ പോകും അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കണ്ട് അറിയാമെന്നും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ ചർച്ച ചെയ്യുന്ന രീതി തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും അവർ ചർച്ച ചെയ്യുന്ന രീതിയിൽ താൻ സന്തുഷ്ടനല്ല എന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ഇങ്ങനെ തന്നെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് ഇറാന് നല്ലതിനാവില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാന് നേരെ ഇത്തരത്തിലൊരു പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു മുൻകൂട്ടിയുള്ള ആക്രമണം ഉണ്ടാകുന്നത്. ഇതിനു മുൻപേ നേരത്തെ ജൂണിലാണ് സമാനമായ രീതിയിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. അന്ന് 12 ദിവസത്തോളമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ ഒരു സംഘർഷം നീണ്ടു നിന്നത്. വലിയ രീതിയിൽ തന്നെ ഇരുഭാഗങ്ങളിലും ഉള്ളവർക്ക് അന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ അമേരിക്കയുടെ ഇടപെടലും അതിനുശേഷം ഖത്തറിന് നേരെയുള്ള ആക്രമണവും അടക്കമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും കൂടുതൽ രാജ്യങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു വിഷയത്തിലേക്ക് ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ഒരു ഭീതി എന്ന് പറയുന്നത് അത് കൂടുതൽ ആശങ്കാജനകം തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഇന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ തങ്ങളുടെ പ്രതിനിധികളെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ബ്രിട്ടൻ തങ്ങളുടെ എംബസി അവിടുത്തെ ടെഹ്റാനിലെ ബ്രിട്ടീഷ് എംബസിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. തങ്ങളുടെ കോൺസുലാർ പ്രതിനിധികളെ എല്ലാം തന്നെ ബ്രിട്ടൻ തിരിച്ചു വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഫ്രാൻസ് തങ്ങളുടെ പൗരന്മാർക്ക് അവിടേക്ക് യാത്ര ചെയ്യാൻ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നിലവിൽ ഇറാനിലും മറ്റുമുള്ള വിനോദസഞ്ചാരികളായിട്ടുള്ള എല്ലാ പൗരന്മാരെയും ഫ്രാൻസ് തിരികെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ചൈന അതിനും എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇറാൻ കോൺസുലേറ്റിൽ നിന്ന് തങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഒഴിപ്പിച്ചിരുന്നു. അമേരിക്കയും ഇസ്രായേലിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെയും എംബസി ഉദ്യോഗസ്ഥരെയും തിരിച്ചു വിളിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ യുദ്ധം നീണ്ടു നിന്നേക്കാം എന്നുള്ള രീതിയിൽ തന്നെയുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ആദ്യഘട്ടമായി ഇറാനെ നേരെ ഇസ്രായേലിൻ്റെ ആദ്യ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് എന്നത് അമേരിക്കൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. CNN-ഉം BBC-യും അടക്കമുള്ള മാധ്യമങ്ങൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉന്നത വൃത്തങ്ങളെ സമീപിച്ചതിൽ നിന്നാണ് ഈ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ് മീഡിയ ആയിട്ടുള്ള വൈനെറ്റ് ന്യൂസും ഇതേ കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഏകപക്ഷീയമായ ആക്രമണമല്ല ഇത്, മറിച്ച് അമേരിക്കയുമായി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത ദൗത്യമായാണ് ഇറാന് നേരെയുള്ള ഈ ആക്രമണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ ഇതിനെ ഒരു ആക്രമണമായല്ല മറിച്ച് ഒരു പ്രതിരോധമായാണ് കണക്കാക്കുന്നത്. ഇറാനിൽ നിന്ന് തങ്ങൾക്ക് നേരെ ഭീഷണി ഉണ്ടാവരുത് എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെ ആക്രമിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇറാനെ നിർവീര്യമാക്കുകയാണ്. അതുമാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ യുദ്ധമല്ല. ഇറാനിലുള്ള തങ്ങൾക്ക് നേരെ ഉയർന്നു വരാവുന്ന ഭീഷണികളെ നേരത്തെ കൂട്ടി ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം. എന്തായാലും ഇത് കൂടുതൽ വഷളാകുമോ, ഒരു യുദ്ധത്തിൻ്റെ രീതിയിലേക്ക് ഈ ഒരു സംഘർഷം എസ്കലേറ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. അതെ, അങ്ങനെ തന്നെയാണ്. ഇറാൻ നേർക്ക് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഈ ഒരു മണിക്കൂറുകൾ ലഭിക്കുന്നത്. എന്തായാലും ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലും അതിൻ്റെ പലയിടങ്ങളിലുമായി ഇപ്പോൾ സ്ഫോടനം നടന്നതായാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട് US ഇറാൻ ബന്ധം അത്യന്തം വഷളായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ട്രംപ് ഒരു മുന്നറിയിപ്പും നൽകിയിട്ടിരുന്നു. തൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതിരുന്നാൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇറാൻ്റെ ചർച്ചകളോട് താൻ ഒട്ടും സന്തുഷ്ടനല്ല എന്നൊരു വിവരവും ട്രംപ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനത്തെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ്, ജോംഹൂര് തുടങ്ങിയ നിരവധി ഇടങ്ങളിലാണ് ഇപ്പോൾ മിസൈൽ പതിച്ചുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പിന്നെ മറ്റ് ഇടങ്ങളിലും ഇത്തരത്തിൽ കനത്ത പുക ഉയരുന്നതായും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയും. കെട്ടിടങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള പുകകൾ ഉയരുന്നുണ്ട്. ഇസ്രായേലിനെതിരെയുള്ള ഭീഷണികൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ഇറാനിൽ നേർക്ക് ആക്രമണം ആരംഭിച്ചതായും പ്രതിരോധ മന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലൊരു ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും ഇറാനിലെ ജനതകൾക്ക് വലിയ രീതിയിലുള്ളൊരു മുൻകരുതലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. തൊഴിലിടങ്ങളും സ്കൂളുകളും ഒക്കെ അടച്ചിട്ടുണ്ട്. ആളുകളോട് ബങ്കറുകൾ തുടരാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ലോറൻസും MS ബനീഷും അതുല്യ രാമചന്ദ്രനുമാണ്.